നിങ്ങൾക്കറിയാമോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഭൂചലനത്തിന് സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളി പഞ്ചായത്താണ്, മറ്റേത് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലമാണ്. ഈ രണ്ട് സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂചലനം അനുഭവപ്പെടും. അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്തൊക്കെയോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഈ രണ്ട് സ്ഥലങ്ങൾക്കും ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. ഞാനിവിടെ പറയാമെന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ പരിസര പ്രദേശങ്ങളിലും നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടു. അത് ഈ കോട്ടൂളിയിലെയോ അല്ലെങ്കിൽ ദേശമംഗലത്തെയോ പോലത്തെ ഭൂകമ്പമല്ല, അതുപോലത്തെ ഭൂചലനമേ അല്ല. അത് സീസ്മോഗ്രാഫ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സഖാവ് എം സ്വരാജ് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്ന വഴിയിലെല്ലാം സഖാക്കളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കൈവീശി കാണിച്ച് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഭൂചലനം ഉണ്ടായത്. അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുമൊക്കെ വലിയ സംഭ്രമത്തിലാണ്. കാരണം വന്നിറങ്ങിയിട്ടുള്ള ആരാണ്? സ്വരാജാണ്. അതൊരു വരവെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര വരവാണ്. അദ്ദേഹം വന്നതോടുകൂടി നിലമ്പൂരിലെ സമവാക്യങ്ങൾ മൊത്തം മാറി എന്നാണ് സഖാക്കളും അവരുടെ സിൽബന്ധികളും അവരനുസരിക്കുന്ന ഈ പേന ഉന്തുകാരും എല്ലാവരും പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭൂചലനത്തിൻ്റെ ഫലങ്ങൾ, തുടർ ചലനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ നാട്ടിലുള്ള സകല സാംസ്കാരിക നായകന്മാരും സഖാവ് സ്വരാജിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. അദ്ദേഹം ജയിച്ചു കഴിയുമ്പോൾ ആലപിക്കാനുള്ള ഈ എം പി രാജേഷ് ഉണ്ടാക്കി വെച്ച പോലത്തെ വിജയ ഗാനങ്ങളുണ്ടല്ലോ, അതുവരെ റെഡിയാക്കി വരും. ഇനി പുള്ളി ജയിക്കണം, തിരുവനന്തപുരത്ത് ചെല്ലണം, സത്യപ്രതിജ്ഞ ചെയ്യണം, അത്രേ വേണ്ടു. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടിരിക്കുകയാണ്. സാംസ്കാരിക നായകന്മാരിങ്ങനെ ക്യൂ നിന്നിട്ട് പുള്ളിക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു, ആശംസകൾ അറിയിക്കുന്നു, ഫേസ്ബുക്കിൽ തള്ളി മറിക്കുന്നു. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ഓർമ്മ ഏതാണ്ട് 4 നൂറ്റാണ്ട് പുറകിലേക്ക് പോവുകയാണ്. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന സ്ഥലം, വീട് പുഴാതെ സ്ഥലത്ത് തന്നെയാണ്. അത് എറണാകുളം ജില്ലയിൽ ചെങ്ങമനാട് പഞ്ചായത്താണ്. ചെങ്ങമനാട് പഞ്ചായത്ത് വടക്കേക്കര നിയോജകമണ്ഡലത്തിലാണ്. ഇപ്പോൾ വടക്കേക്കര എന്നൊരു മണ്ഡലമില്ല. അതിന് വീടിരുന്ന സ്ഥലം എന്ന് പറയും. സ്ഥലം പഴയത് തന്നെയാണ്, പക്ഷേ ആ മണ്ഡലമില്ല. വടക്കേക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് ബഹുഭൂരിപക്ഷം പേർക്ക് മനസ്സിലാവുകയില്ല. പെരിയാറിൻ്റെ വടക്കേക്കരയാണ് വടക്കേക്കര. വടക്കേക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അത് പറവൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ വടക്കൻ പറവൂരിനും ആലുവയ്ക്കും പടിഞ്ഞാറ് ഭാഗത്ത് ആലുവ പുഴയുടെ അഥവാ പെരിയാറിൻ്റെ വടക്കേ തീരത്തുള്ള പഞ്ചായത്തുകളാണ് ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, കുന്നുകര, ചിറ്റാട്ടുകര, പുത്തംവേലിക്കര, പിന്നെ വടക്കേക്കര. ഇത്തരം പഞ്ചായത്തുകൾ ചേർന്നാണ് പഴയ വടക്കേക്കര നിയോജകമണ്ഡലം. വടക്കേക്കരയുടെ ഒരു പ്രത്യേകത, ഇത് മാർക്സിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. അവിടെ CPM കാരാണ് ജയിക്കുന്നത്, സാധാരണ ജയിച്ചുകൊണ്ടിരുന്നത്. 1957 മണ്ഡലം ഉണ്ടായതിനു ശേഷം ഒരു തവണയെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. അത് 1960 വിമോചന സമരം കഴിഞ്ഞിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നേതാവ് KR വിജയൻ ജയിച്ചതാണ്. 65 CPM ആ സീറ്റ് പിടിച്ചു. 67 70 സഖാവ് E ബാലാനന്ദൻ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ ജയിച്ചു. 77 80 82 3 തവണ സഖാവ് TK അബ്ദു അവിടുന്ന് വിജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 തവണ സഖാവ് S ശർമ്മ വിജയിച്ചു. മൂന്നാമത്തെ തവണ ശർമ്മ മന്ത്രിയുമായി. അങ്ങനെ മന്ത്രിയായിരുന്ന ശർമ്മയ്ക്ക് 2001 പാർട്ടി സീറ്റ് കൊടുത്തില്ല. കാരണം 3 തവണ അടുപ്പിച്ച് ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കരുത് എന്ന രീതിയിൽ എന്തോ ഒരു മാനദണ്ഡം അന്നുണ്ടായിരുന്നു. ശർമ്മ മത്സരരംഗത്ത് നിന്ന് പിന്മാറി. ശർമ്മയുടെ പകരക്കാരനായിട്ട് സഖാവ് P രാജീവ് വന്നു. അത് നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ട് പ്രശോഭിക്കുന്ന സഖാവ് രാജീവ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു താത്വികനാണ്. സഖാവ് രാജീവ് വലിയ സമര പാരമ്പര്യമുള്ളൊരു വിദ്യാർത്ഥി നേതാവായിട്ടാണ് അന്നറിയപ്പെട്ടത്. വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ മർദ്ദനം അനുഭവിക്കേണ്ടി വന്നു. കരുണാകരൻ്റെ കാറ് തടഞ്ഞതിന് അന്ന് DYSP ആയിരുന്ന പുരുഷോത്തമൻ പിള്ള ഇദ്ദേഹത്തെ സെൻട്രൽ സ്റ്റേഷനിലെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടിട്ട് ഈ കതിനക്കുറ്റി ചാക്കിൽ കെട്ടി അതുകൊണ്ടാണ് ഇടിച്ചത്. ഇടി ഗംഭീര ഇടിയത്, അതിഭയങ്കരമായ ഇടി കൊണ്ട ആളാണ് സഖാവ് രാജീവ്. അപ്പോൾ ഇതൊക്കെ കൂടി വച്ചിട്ട് സഖാക്കൾ വലിയ തോതിൽ, ഈ ഫേസ്ബുക്കില്ല എന്നാലും തള്ളി. അതിഭയങ്കരമായ മർദ്ദനം അനുഭവിച്ച ഒരു ധീര സഖാവാണ് രാജീവ്. രാജീവിൻ്റെ വിജയം, വടക്കേക്കരയുടെ വിജയം. രാജീവ് ജയിച്ചാൽ ആ വടക്കേക്കര പിന്നെ ഭൂലോക വൈകുണ്ഠമായി തീരും എന്നൊക്കെ പറഞ്ഞു. രാജീവിൻ്റെ മത്സരം ചെറിയ മത്സരമല്ല. എത്ര പോസ്റ്ററുകളാണ്, എത്ര നോട്ടീസുകളാണ്, എത്ര ആളുകളുടെ ആശംസകളാണ്. രാജീവിന് ആശംസ നേർന്ന ചെറിയ ആളുകളൊന്നുമില്ല.
ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, പ്രൊഫസർ MK സാനു, പ്രൊഫസർ സുകുമാർ അഴീക്കോട്, പ്രൊഫസർ MN വിജയൻ എന്ന് വേണ്ട ഈ നാട്ടിലുള്ള സകല ആളുകളും, സകല ബുദ്ധിജീവികളും, സകല സാംസ്കാരിക നായകന്മാരും നായികമാരും ഒക്കെ രാജീവിൻ്റെ വിജയം നമ്മുടെ വിജയം എന്ന് പറഞ്ഞ് ആശംസകൾ നേർന്നു. എറണാകുളം ജില്ലയിലല്ല, കേരള സംസ്ഥാനത്ത് മത്സരിച്ച വേറെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയധികം ആശംസകൾ കിട്ടിയിട്ടില്ല. ആശംസകളുടെ ബാഹുല്യം വെച്ച് നോക്കിയാൽ രാജീവ് ജയിച്ചിരിക്കുകയാണ്. കാരണം ഒന്നാമത് മണ്ഡലം വടക്കേക്കരയാണ്. രാജീവിന് വേറൊരു സൗകര്യം കൂടി കിട്ടി. കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച KP ധനപാലനെയാണ്. ധനപാലനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയില്ലെന്ന് കരുണാകരൻ വാശി പിടിച്ചു. അങ്ങനെ AICC പ്രസിഡന്റ് ഒപ്പിട്ട ഈ പട്ടിക തിരുത്തി അത് മാറ്റി അവിടെ വേറൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് MA ചന്ദ്രശേഖരൻ എന്നാണ്. ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ചങ്ങാതി ഒരാളും അറിയില്ല. വടക്കേക്കരയിൽ എന്നല്ല എറണാകുളം ജില്ലയിൽ തന്നെ ഒരാളും അറിയില്ല. കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരാൾ, കരുണാകരൻ്റെ പെട്ടിപിടുത്തക്കാരൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ ചന്ദ്രശേഖരന് ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും വോട്ട് ചോദിച്ച് ചെല്ലാൻ പറ്റില്ല. കാരണം ധനപാലൻ്റെ അനുയായികൾ ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് തല്ലി. ഒരു സ്ഥലത്ത് പുള്ളിയുടെ മുണ്ട് വരെ അഴിച്ച് ആളുകൾ തോരണം കെട്ടി എന്നുള്ളതാണ് ചരിത്രം. ചന്ദ്രശേഖരന് വേണ്ടി യാതൊരു പ്രവർത്തനം ഉണ്ടായില്ല, പ്രചരണം ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോലും വീടുകളിൽ എത്തിയില്ല. എൻ്റെ വീടിരിക്കുന്ന ഭാഗത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ പോലും ഉണ്ടായില്ല. അവിടെ 1-2 പോസ്റ്റർ ഉള്ളത് KP ധനപാലന് വോട്ട് ചെയ്യുക എന്ന പോസ്റ്ററായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ രാജീവ് ജയിച്ചിരിക്കുകയാണ്, പിന്നെ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. എന്ന് മാത്രമല്ല, കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് വെബ്സൈറ്റ് തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥി രാജീവായിരുന്നു. www.prajiv.com എന്നായിരുന്നു അതിൻ്റെ അഡ്രസ്സ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും സംഗതിയൊക്കെ വളരെ ജോറായി. തെരഞ്ഞെടുപ്പ് ദിവസവും നമുക്ക് വലിയ ആത്മവിശ്വാസമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ എന്നെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാനന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനും വൈകുന്നേരങ്ങളിൽ ഒരു പ്രസംഗകനുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വലിയ ആശയോടുകൂടി വലിയ ആവേശത്തോടുകൂടി രാവിലെ പോയി വോട്ടൊക്കെ ചെയ്തു. ആ വോട്ടെണ്ണുന്ന ദിവസം ഈ വോട്ടെണ്ണം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യത്തിൽ ഇതിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ അല്ല. വോട്ടെണ്ണി തീർന്നപ്പോൾ കേൾപ്പോരും കേൾവിയില്ലാത്ത, ഒരു പ്രചരണവും നടത്താത്ത, പ്രസ്താവന പോലും വീട്ടിലെത്തിക്കാത്ത നമ്മുടെ MA ചന്ദ്രശേഖരൻ വിജയിച്ചു. അഥവാ രാജീവ് പരാജയപ്പെട്ടു. ഇതെങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള ഇന്നേ ദിവസവും ഒരു വലിയ വിസ്മയമായിട്ട്, വലിയൊരു അത്ഭുതമായിട്ടൊരു പ്രഹേളികയായിട്ട് നിലനിൽക്കുകയാണ്. രാജീവ് എങ്ങനെ പരാജയപ്പെട്ടു ഇപ്പോഴും അതിന് യാതൊരു ഉത്തരവില്ല. എനിക്ക് തോന്നുന്നത് ഈ സാംസ്കാരിക നായികമാരുടെയൊക്കെ പ്രസ്താവനകളാണ് ഇപ്പോൾ വടക്കേക്കരയിലെ ആളുകൾ വരണ്ടു പോയതാണ്. കാരണം വടക്കേക്കരയിലെ ആളുകൾ വളരെ ശുദ്ധഗതിക്കാരാണ്. അവർക്ക് ഈ സാംസ്കാരിക നായകരൊന്നും കണ്ടു പരിചയമില്ല. ഗ്രാമീണരാണ്, കർഷകരാണ്, അല്ലെങ്കിൽ കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ്, വലിയ സമ്പന്നരും. അങ്ങനെ വലിയ വലിയ ആ ബിരുദങ്ങൾ നേടിയ ആളുകളൊന്നുമല്ല. അപ്പോൾ ഇവരെ വിചാരിച്ചു ഇതെന്തോ വലിയ കുഴപ്പമുണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ ചന്ദ്രശേഖരന് വോട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു. പുള്ളിക്ക് വേണ്ടി കൃഷ്ണയ്യർ വോട്ട് ചോദിച്ചില്ല. MA ചന്ദ്രശേഖരന് വേണ്ടി MK സാനുവോ അല്ലെങ്കിൽ സുകുമാർ അഴീക്കോടോ MN വിജയനോ ആരും വോട്ട് ചോദിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ടി കരുണാകരൻ എന്ന് പറഞ്ഞ വന്യവയോധികനായ ഒരു കോൺഗ്രസ് നേതാവ് മാത്രം, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചന്ദ്രശേഖരൻ ജയിച്ചു. പിന്നെ സഖാവ് P രാജീവ് തോറ്റു. ഇപ്പം ഞാനിത് ഓർക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്വരാജിൻ്റെ കാര്യമാണ്. സ്വരാജിന് വേണ്ടിയിട്ട് ഇവിടെ എത്രയോ ബുദ്ധിജീവികൾ, ചിന്തകന്മാർ, കലാകാരന്മാരൊക്കെ വോട്ട് ചോദിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി ആരും ചോദിച്ചായിട്ട് എനിക്കറിയില്ല, ചോദിക്കാനും സാധ്യതയില്ല. കാരണം കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് ഈ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ പിന്തുണ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പേടിക്കണം. കാരണം ഇവർക്ക് ആർക്കും ആ മണ്ഡലത്തിൽ വോട്ടുണ്ടാവില്ല. ഇനി വോട്ടാണെങ്കിൽ തന്നെ ഈ സാംസ്കാരിക നായകരെ കുടിക്കണ വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. ഇവർ എന്താ ചെയ്യാമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അന്തവും കുന്തമില്ലാത്ത ജാതിയാണ്. അപ്പോൾ സഖാവ് സ്വരാജ് ഈ കാര്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചപ്പോഴും ഇത് അനുഭവമുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും സാംസ്കാരിക നായകരിൽ നിന്ന് അദ്ദേഹത്തെ പാർട്ടിയും ഭക്ഷണയും സംരക്ഷിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.